നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ACP അല്ല, അതിന് മുകളിലുള്ള റാങ്കിലുള്ള കുപ്പായോട്ടാലും തന്റെ രക്തഗുണം മാറാൻ പോകുന്നില്ല ചന്ദ്രബോസെ. പൂച്ചയ്ക്ക് കമ്മലിട്ട പോലെ അതും തൂക്കിയിട്ടങ്ങ് നടക്കാന്ന് മാത്രം. പക്ഷെ നിന്റെ ഈ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, അതുപോലെയാ വിഷ്ണു. ഒരാളുടെ ജീവൻ എടുക്കാൻ അതിന് ലൈസൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതെപ്പോ വേണമെങ്കിലും പൊട്ടും. പക്ഷെ തോക്കിൽ ഉണ്ട വേണമെന്ന് മാത്രം. എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോടാ. തോക്കിൽ ഉണ്ടെങ്കിൽ പൊട്ടും ചന്ദ്രബോസെ. എന്നാങ്ങ് പൊട്ടിച്ചേക്കട്ടടാ. ഒന്ന് പൊട്ടിച്ചു നോക്ക് ചന്ദ്രബോസെ. ഉണ്ട വേണം, വെടിമരുന്ന്. അത് ചോരയിൽ വേണം. അതിനാ രക്തഗുണമെന്ന് പറയുന്നത്. എന്താ സത്യമേ? വിഷ്ണു, എന്താ വിഷ്ണു? അമ്മ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നിൽക്കണം. നിങ്ങളുടെ മകന്റെ ചങ്ങിന് ഒരു ഓട്ടയുടെ നോക്കിയതാ സത്യമാമേ. അവന്റെ തിളപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതങ്ങനെ വരൂ ചന്ദ്രബോസെ. ഇതേ സത്യഭാമയുടെ മകനാ. ഈ ഡയലോഗ് കുറച്ചു മുമ്പ് കേട്ടല്ലേ ഉള്ളൂ, അല്പം മുമ്പ് കണ്ടല്ലേ ഉള്ളൂ നമ്മൾ തമ്മില്. പിന്നെ എന്തിനാണാവോ തമ്പുരാട്ടി ഇങ്ങോട്ട് തിരുവെഴുന്നള്ളത്ത് നടത്തിയത്? മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ ACP. വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ മനസ്സിലായി. വക്കീൽ സാർ പരിഹസിക്കുകയാണോ നിങ്ങൾ? അയ്യോ, വക്കീൽ സാറിനൊക്കെ ഞാൻ പരിഹസിക്കാനോ? ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്ന ആളാ ഞാൻ. സാറിന്റെ ജോലി ചെയ്യാനല്ലേ വന്നേ, ചെയ്തോ. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടയക്കണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. അയ്യോ, അതിനുള്ള അധികാരമൊന്നും നമുക്കില്ലേ. നമ്മൾ പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ദയിക്കുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അങ്ങോട്ട് ചോദിച്ചാട്ടെ. അതിന് ഇയാളുടെ ചെവി പൊട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ട് കാണും. പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് പറയണം മിസ്റ്റർ. തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് അറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. ഏതോ പോലീസിന് നാണം കെടുത്താതോ. സെക്ഷൻ 24A and 24B എന്താ പോരെ? അത് ബെയിലബിൾ ആണല്ലോ, ജാമ്യം കിട്ടാവുന്ന വകുപ്പ്. വിടാൻ സൗകര്യമില്ലെന്ന് പറയണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ ഇറങ്ങിയിട്ടെന്താ കാര്യം? കുറച്ച് കഴിയുമ്പോ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കും. അവരോട് നമ്മൾ എന്താ പറയാ? ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളോടൊന്ന് ചോദിക്കാൻ തോന്നി അവന്. ഞാൻ പറഞ്ഞു സാർ. അപ്പ അമ്മ തെരഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സാറ് ഹോസ്പിറ്റലിൽ നേരെ അങ്ങോട്ട് വരും, അങ്ങനെ ഞാൻ പറഞ്ഞ. ജ്യോതി, നീ അവനൊന്ന് വിളിച്ചു നോക്കി. അവൻ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങിയച്ചാ മതി. അല്ലാതെ അവിടെ ചെന്ന് നാടങ്ങണാൻ എന്നെ കൊണ്ട് വയ്യ. ഇവനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടം കേട്ടോ. ഏട്ടന്റെ ഫോൺ കിട്ടുന്നില്ല. നോക്ക് രഘുവേട്ട, അവൻ നമ്മളോട് പറയാതെ ഈ നേരത്തെ പോയത് തെറ്റ് തന്നെയാ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടും അവന്റെ കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ല, കൂട്ടുകാരൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ഓടിപ്പോയില്ലേ? ആ നല്ല മനസ്സ് കാണാതിരിക്കണ്ട. നമ്മുടെ മക്കളിൽ നിന്ന്
നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കുന്നത് രഘുവേട്ട. അമ്മ എങ്ങനെ പറയുന്ന ഏട്ടൻ അറിയാച്ചാ. അത് തന്നെ ഏട്ടൻ പോകുന്നതും. നീ ഇനി അച്ഛനെ എരിവ് കയറ്റണ്ട രഘുവേട്ട. നല്ലത് മാത്രമേ അവൻ ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? അവൻ സമയത്ത് വന്നോളും. നമുക്കിറങ്ങാം. അല്ലെന്നേ, അത് ഈ നല്ലൊരു കാര്യത്തിന് പോകുമ്പോ നമ്മൾ അമ്പലത്തിൽ കയറുന്ന പതിവില്ലേ? ഇത് അതുപോലൊരു പുണ്യപ്രവൃത്തിയാണ്. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമുക്കിറങ്ങിയേക്കാം. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. ദേ അവിടുത്തെ ചോദ്യങ്ങളൊക്കെ താൻ തന്നെ കൈകാര്യം ചെയ്തോളണം. അത് ഞാൻ ഏറ്റു. ആ എന്നാ ഇറങ്ങിയേക്കാം. വാ. കോവിലിൽ പോണ മാതിരിയാ സ്വന്തം മകന്റെ പ്രവൃത്തി പോലും. മനുഷ്യ ഇങ്ങനെ പാവങ്ങളാകുമോ? ആ പോയവൻ എപ്പ തിരിച്ചു വരുമോ കടവുളെ. ശരവണ, നീ വരുന്നുണ്ടോ? നമസ്കാരം. പ്രസിഡന്റ് നേരത്തെ എത്തിയോ? ഇതിപ്പോ രണ്ടു കുടുംബങ്ങളും നമ്മുടെ സ്വന്തമായി കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ വൈകുന്നത്? ഭാര്യ വന്നില്ലേ? ഇന്ന് മോളെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസാ. അവരങ്ങോട്ട് പോയി. ഓ, നിശ്ചയത്തിനില്ലെങ്കിലും സാരമില്ല, കല്യാണത്തിന് മുഴുവൻ സമയം ഭാമയുണ്ടാവും. അല്ല നോമ്പൊന്നുമില്ലേ? ഞങ്ങള് ഒന്നിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങിയതാ. അവന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ലാണ്ടായി. ബ്ലഡ് വേണം. ജീവന്റെ അതേ ഗ്രൂപ്പ് തന്നെയാ. അവനിത് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ. അത് ഗംഭീരായല്ലോ. ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിന്റെ ഐശ്വര്യം പോലെ ഇത്രയും നന്മയുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യ. കൊഞ്ചം കഴിയുമ്പോൾ അറിയാം മകനോട് നന്മ. അവൻ അങ്ങനെയാ. ചുറ്റുമുള്ളവരുടെ കാര്യങ്ങള് അവന് സ്വന്തം കാര്യം പോലെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയും ആതിരയും സന്ദീപും ആഗ്രഹിച്ച പോലെയാണ് നടന്നത്, അല്ലാതെ ഞങ്ങൾ ആരുടെ ആഗ്രഹമല്ല നടന്നത്. പിന്നെ എന്തായിരുന്നു അനുപേണ്ട ആഗ്രഹം? അവളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ കെട്ടിവെക്കുന്നതോ? അവളുടെ ആഗ്രഹമല്ല നമുക്ക് പ്രധാനം. അവൾ അവളുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഓരോന്ന് ചെയ്തപ്പോ എത്ര പേരാ നാണം കെട്ടെന്ന് നിനക്കറിയോ? പണത്തിന്റെ കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിച്ചിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം കൊണ്ട് ആ സൽപ്പേരും അഭിമാനവും എല്ലാം പോയില്ലേ? ആരാ കാരണം? എന്റെ രണ്ട് സഹോദരിമാര്. അത് എന്നെ കൊണ്ട് പൊറുക്കാനും മറക്കാനും പറ്റുന്ന ഒന്നല്ല. മരണം വരെ ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. നിന്നെ അവളെയും ഈ പടിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കരുതെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞാനില്ലാത്ത തക്കം നോക്കി പഴയ ബന്ധം സ്ഥാപിക്കാൻ നീ വീണ്ടും വന്നു. അനൂപേട്ട ഇല്ലാത്ത തക്കം നോക്കി ഇവിടെ കയറി വന്നതല്ല ഞങ്ങള്. അനൂപേട്ടനെ കണ്ട് സംസാരിക്കാൻ കൂടിയാ വന്നത്. എന്ത് സംസാരിക്കാൻ? സച്ചോട് എനിക്ക് ദേഷ്യം കണക്കൊന്നുമില്ല. സ്വന്തം സഹോദരനെ പോലെ തന്നെ ഭർത്താവിനെയും ചതിച്ച ആളാ എന്റെ ഈ പുന്നാര പെങ്ങള്. അതുകൊണ്ട് ഇവളുടെ വക്കാലത്ത് സച്ചി എന്നോട് പറയരുത്. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. ഇപ്പോ ഈ നിമിഷം അർച്ചന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇനി ഒരിക്കലും ഇവിടേക്ക് കയറി വരികയും ചെയ്യരുത്. അനൂപേ, നീ എന്തൊക്കെയാടേ പറയുന്നത്? പിണക്ക് വല്ലം മറന്ന് ഇവിടേക്ക് കയറി വന്നവരല്ലേ അവരെ നീ ഇറക്കി വിടാൻ പോവാണോ? നീ എന്തൊക്കെ പറഞ്ഞാലും സച്ചിയോ അച്ചുവോ ഇവിടെ വരും, ഞങ്ങളെ കാണും. അത് അമ്മ തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? നീയോ? എനിക്കും കമലയ്ക്കും ഞങ്ങളുടെ മക്കളെ കാണാനും സംസാരിക്കാനും നിന്റെ അനുവാദം വേണം.
അർച്ചനയും ആതിരയും നിന്റെ സഹോദരിമാര്. അവരെ പ്രസവിച്ചത് ദാ ഈ നിൽക്കുന്ന നിന്റെ അമ്മയും. നിന്നെ പോലെ തന്നെ ഞങ്ങളുടെ മക്കൾ തന്നെ അവരും. അനൂപേ, നീ നേരത്തെ പറയുന്നത് കേട്ടു. നിന്നെ പോലെ സച്ചിയെ ഇവളെ ചതിച്ചു വന്ന്. അതുകൊണ്ട് നീ കാണിക്കുന്ന പോലെ സച്ചി ഇവളോട് കാണിക്കണമെന്നാണോ? അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? സ്വന്തം രക്തമായ കൂടപ്പറപ്പിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവളുടെ ഭാഗ്യമാണ്. നീ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ മാനിക്കും, അനുസരിക്കും. പക്ഷേ ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെ അല്ല. അത് എന്നെ ചിതയിലേക്ക് എടുത്തു വെച്ച ശേഷം മതി. അതിനു മുമ്പ് വരെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാ. എന്റെ മക്കൾ അവർക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും. നിനക്കിഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടനല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവും മഹേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഞാനും കരുതിയിരുന്നു. അതായിരുന്നു നിന്റെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്താ ഒരു പക്ഷേ? പറ, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? എനിക്ക് കാര്യം അറിയണം. ശരി, ഞാൻ പറയാം. നീ നകുലിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാനുള്ള ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. ഈ മേഡം ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സാർ. ഇതൊക്കെ പോരെ വിശ്വസിക്കാൻ? ഇല്ല, ഇതൊന്നും സത്യമല്ല. ഞാൻ ഒരു ഹോട്ടലിലും പോയിട്ടില്ല. ഒരിക്കൽ പോലും നകുലിനെ വിളിച്ചിട്ടുമില്ല. ഇതൊക്കെ കള്ള. ആരോ എന്നെ ചതിക്കാൻ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന ഇതൊക്കെ. ആരുണ്ടാക്കി പറയാൻ? പറഞ്ഞിട്ട് അവർക്ക് എന്താ ലാഭം? ശരി, ഇത് തെറ്റാന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഞാനിത് തെളിയിച്ചിരിക്കും. ശ്രീ മഹേശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിന് സാധിക്കും. എങ്ങനെ? നീ വെറുതെ ശ്രീമഹേശ്വരന്റെ പേരിൽ നുണ പറയണ്ട. ഞാൻ ആ ഹോട്ടലിൽ നേരിട്ട് പോയി സംസാരിച്ചതാ. പിന്നെ ആ പോസ്റ്റ്മാനോട് സംസാരിച്ചു. സമ്മതിച്ചു. മഹേട്ടൻ എന്നെക്കാളും വിശ്വാസം അന്യര് പറയുന്ന വാക്കുകളാണ്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പരിശുദ്ധയാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിന് എനിക്ക് ആ പോസ്റ്റ്മാന്റെ പേരറിയണം. അതൊന്ന് പറഞ്ഞു തരുമോ? സുധീർ. സുധീർ എന്നോ മറ്റാണ് അയാളുടെ പേര്. മഹേട്ടാ, ഈ കളങ്കം നാളെ 6 മണിക്ക് മുൻപ് എന്റെ പേരിൽ നിന്ന് ഞാൻ മാറ്റിയിരിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ മഹേട്ടന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. മഹേട്ടന്റെ മനസ്സില് ഞാൻ എത്രമാത്രം ചെറുതായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു.
എന്റെ മനസ്സിൽ നകുലാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇങ്ങനെ വിഷമിക്കാതെ ഗംഗേ. ആരൊക്കെയോ ചേർന്ന് എന്നെ ചതിച്ചതിനേക്കാളും വേദനിപ്പിക്കുന്നത് മഹേട്ടൻ ഇതെല്ലാം വിശ്വസിച്ചതില്ല. ഗൗരി ചേച്ചി, സ്നേഹമുള്ളപ്പോ പൊസസീവ്നെസ്സും ഉണ്ടാവും ഗംഗേ. നീ അതത്ര കാര്യമായിട്ട് എടുക്കണ്ട. പണ്ട് കോളേജിൽ വെച്ചൊരുത്തൻ എന്നോട് തമാശയ്ക്കെന്തോ പറഞ്ഞതിന് മഹേട്ടൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ? നീ തൽക്കാലം ഇതിനെ വേറൊരു രീതിയിൽ കാണാൻ നോക്ക്. ആരൊക്കെയോ ചേർന്ന് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നിന്നെ മഹേട്ടനെ അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോ ആദ്യം നീ ചെയ്യേണ്ടത് ആ കഥകളെല്ലാം നുണയാണെന്ന് മഹേട്ടന് മനസ്സിലാക്കി കൊടുക്കണം. ഞാനത് മഹേട്ടനോട് പറഞ്ഞു. പക്ഷെ എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല ചേച്ചി. നീ മഹേട്ടനെയും കൂട്ടി ആ ഹോട്ടലിൽ പോണം. പിന്നെ ആ പോസ്റ്റ് ഓഫീസിലും പോണം. എല്ലാം തെറ്റാണെന്ന് അവിടെ എത്തിയാൽ നിനക്ക് തെളിയിക്കാൻ സാധിക്കും. അതെങ്ങനെ? ഹോട്ടലിൽ CCTV ഒക്കെ ഉണ്ടല്ലോ. അത് നോക്കിയാ നീ അവിടെ ചെന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ പറ്റും. അത് ശരിയാ. പക്ഷെ ആ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കുന്നതോ? അതൊക്കെ ആർക്ക് വേണമെങ്കിലും എഴുതി കേറ്റാവുന്നതല്ലേ ഉള്ളൂ. നീ തൽക്കാലം മഹേട്ടനുമായിട്ട് അവിടെ ചെല്ല്. ബാക്കി എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കാം. ശരി ചേച്ചി, അങ്ങനെ ചെയ്യാം. മഹേട്ടന് ഇന്നെന്തെങ്കിലും തിരക്കുണ്ടോ? എന്താ കാര്യം? എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട്. മഹേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. മഹേട്ടനോട് വാക്ക് പറഞ്ഞ പോലെ ഇന്ന് വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഞാൻ മഹേട്ടനെ ശല്യം ചെയ്യുള്ളൂ. എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം. അതിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. മഹേട്ടന്റെ ഭാര്യയായ ഗംഗയായിട്ടല്ല ഞാൻ പറയുന്നത്. കൊച്ചുനാള് മുതല് മഹേട്ടന്റെ കൈവിരലിൽ പിടിച്ചു നടന്ന പഴയ ഗംഗ പറയാന്ന് കരുതിയാൽ മതി. ഈ ഒരു തവണ മഹേട്ടൻ എനിക്കൊപ്പം വരണം. വന്നേ മതിയാവൂ. ശരി, ഞാൻ വരാം. ഗംഗപ്പ റെഡി ആയിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയെങ്കിലും പറ, എന്താ മോളെ മംഗലശ്ശേരിയിൽ സംഭവിച്ചത്? കവിത എന്താ നിന്നോട് പറഞ്ഞത്? മോൾ അച്ഛനോട് പറ. ചെറിയമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ചെറിയമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. പിന്നെന്തിനാ നീ മംഗലശ്ശേരിയിൽ നിന്ന് ഇറങ്ങി വന്നത്, മരിക്കാൻ തീരുമാനമെടുത്തത്? ഒന്നുമില്ലാതെ നീ അങ്ങനൊരു ബുദ്ധിമോശം കാണിക്കില്ലെന്ന് എനിക്കറിയാം.
ചെറുതായിട്ടൊന്നുമല്ല നിന്റെ മനസ്സ് വേദനിച്ചത്. സഞ്ജുവിനോടൊന്ന് ഉരിയാടാനോ അവന്റെ മുഖത്ത് നോക്കാനോ നീ തയ്യാറാവുന്നില്ല. മംഗലശ്ശേരിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ആർക്കും ഒന്നും അറിയില്ല. നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പോലും അവിടെ ആർക്കും അറിയില്ല. എന്താണെങ്കിലും നീ എന്നോടെങ്കിലും ഒന്ന് പറ. ഞാൻ നിന്റെ അച്ഛനാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എനിക്കത് മനസ്സമാധാനം എന്താ? നിനക്കല്ല, ഞങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടത്. ആ സമാധാനം നീയായിട്ടാ ഇല്ലാതാക്കിയത്. നീയായിട്ട്. ഞാനെന്താ മണ്ടനാണോ? ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് നീയാ. എന്നിട്ട് പറയുന്നു മനസ്സമാധാനം കൊടുക്കാൻ. ഒരല്പം ദയ നീ എന്നോട് കാണിക്കും. ഞാനിതെങ്ങനെ അച്ഛനോട് പറയും? അമ്മൂന് ഓർമ്മക്കേട് വന്നപ്പോ കാട്ടിക്കൂട്ടിയതൊന്നും വിശ്വസിച്ചവളല്ല നീ. അന്ന് നീ പക്വതയും ആർജവും കാണിച്ചു. ഇന്നെന്താ നീ ഈ വിധം അധപതിച്ചു പോയത്? നിന്നെയും സഞ്ജുവിനെയും തമ്മിലടുപ്പിച്ച് മുതലെടുപ്പ് നടത്താനാ കവിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ നന്നായിട്ട് എന്റെ മോള് തിരിച്ചറിഞ്ഞെന്നാ ഞാൻ കരുതിയത്. അവിടെയും നീ തോറ്റുപോയി. അച്ഛൻ പറഞ്ഞതാ ശരി. തോറ്റുപോയവള് തന്നെയാ ഞാൻ. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തു ഭാര്യ? ചതിക്കപ്പെട്ട ഭാര്യ അച്ഛൻ ഞാൻ. വെറും ഭാര്യയല്ല, രണ്ടാം ഭാര്യ. സ്വയം ഇല്ലാതാവാനാണ് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളെങ്ങും കൊല്ലും. ഒരു മകള് കാരണം എന്തൊക്കെ ഞാൻ അനുഭവിക്കണം. കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം സ്വസ്ഥതയും സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രഭേ, പാവം എന്റെ അച്ഛൻ. എന്നോട് ക്ഷമിക്കച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിന്റെ ജീവൻ എടുക്കാൻ നടന്നത് നിങ്ങളല്ലേ? ഞാൻ മംഗലശ്ശേരിക്കാരുടെ ചോര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഇവളുടെ ജീവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനതിന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നിവൾ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ഇവൾക്കേ കോളേജിൽ പോകാനുള്ളതാ. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണം. നിന്നോട് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം പറയാം. നിന്നെ കൊന്നുകളയാൻ വേണ്ടിയാ കവിത ജാക്കി എന്ന ഗുണ്ടയെ ടെറസിലേക്ക് കയറ്റിവിട്ടത്. കവിതയുടെ ലക്ഷ്യം നിന്നെ കൊണ്ട് സഞ്ജുവിനെ കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? സത്യം കാണാതെ പോകുന്നത് എന്റെ കുറ്റമല്ല ഗോവിന്ദ്. നീ ടെറസിലേക്ക് തുണിയെടുക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയ കവിത ജാക്കിയെ വിളിച്ചു വരുത്തി. വീട്ടിൽ അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ കവിതയുടെ ലക്ഷ്യം പിഴച്ചു. ജാക്കിയും കവിതയും ടെറസിലെത്തുമ്പോൾ വസുമതി അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കവിതയുടെ കൺമുന്നിൽ വെച്ച നീയാണെന്ന് കരുതി ജാക്കി തുണി കൊണ്ട് മുഖം മറച്ച് വസുമതി അമ്മയെ എടുത്ത് താഴേക്കിട്ടത്. പത്തു മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പെറ്റ അമ്മയ്ക്ക് ഒരു മകൾ നൽകിയ പാരിതോഷികം. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ മുഖം പറയുന്നു സത്യം അതാണെന്ന്. നിങ്ങളുടെ വലം കൈയായിരുന്നല്ലോ കവിത. പിന്നെ ഇപ്പൊ എന്താ ഒരു ചുവടുമാറ്റം?
കവിത എന്തിനാ എന്റെ ഏട്ടനുമായുള്ള വിവാഹത്തിന് ധൃതി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു തരണോ? എന്റെ ഏട്ടന്റെ ജീവനാ ഇപ്പൊ അവൾ ഉന്നം വെക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വിവാഹം നടന്ന വിവരം മംഗലശ്ശേരിക്കാർ അറിയുന്നതിന് മുൻപേ ലച്ചു അറിഞ്ഞിട്ടുണ്ട്. കവിതയെ എനിക്ക് തളച്ചേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കെന്റെ സഹോദരനെ നഷ്ടപ്പെടും. അവളൊരു രക്തരക്ഷസായി മാറിക്കഴിഞ്ഞു. ആരുടെ ചോരയും അവൾ ഊറ്റിക്കുടിക്കും. നഷ്ടപ്പെടാൻ പോകുന്നത് നിരപരാധികളുടെ ജീവന. മംഗലശ്ശേരിക്കാരോടുള്ള എന്റെ പക ഒരിക്കലും കെട്ടടങ്ങാത്തതാ. ഒരവസരത്തിന് വേണ്ടി മുറിവേറ്റ പാമ്പിനെ പോലെ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ കവിതയെ പൂട്ടാതെ എനിക്കിനി വിശ്രമമില്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് കൂടെ നിൽക്കാം. പിന്നിൽ നിന്നും കുത്തിയ പാരമ്പര്യം രക്ഷയ്ക്കില്ല. അവര് പറയുന്നതൊക്കെ ലച്ചുവിന് സത്യമായി തോന്നുന്നുണ്ടോ? അത് സത്യമാണ്. അന്ന് കാറിൽ വന്നതും പോയതും ജാക്കി തന്നെയാ. അപ്പോ മുത്തശ്ശി കൊന്നത് മുത്തശ്ശിയുടെ മകൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ സാറേ. പല്ലവി വാ, ഇരിക്ക്. വാ. പല്ലവി, എനിക്ക് നിന്നോട് ഒരിക്കലും ഒരു വിരോധവും തോന്നിയിട്ടില്ല. ദാ ഈ നിമിഷം വരെ. അത് കള്ളല്ലേ? വിരോധം ഇല്ലാതിരുന്നോണ്ടാണോ സാർ ഇത്രയും നാളും എന്നെ അവഗണിച്ചത്? ഞാൻ നിന്നെ അവഗണിച്ചത് വിരോധം കൊണ്ടല്ല. ഗർഭിണിയാണെന്ന് നീ കള്ളം പറഞ്ഞ എന്റെ പ്രയാസം കൊണ്ടാ. നീ നിന്റെ അഭിമാനം പോലും മറന്ന് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കിയപ്പോ എനിക്കത് സഹിച്ചില്ല. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാറിനെ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല. എന്റെ മുന്നില് മറ്റൊരു വഴിയും തെളിഞ്ഞില്ല. ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആ കള്ളം പറഞ്ഞത്. സാർ എന്നോട് ക്ഷമിക്കണം. താനതൊക്കെ മറന്നേക്ക്. എനിക്കിപ്പോ തന്നോട് ഒരു തരി പോലും അലൗകിയില്ല. അതിന് പ്രധാന കാരണം തന്റെ ചേച്ചി തന്നെയാണ്. തനിക്ക് എന്നോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടാണ് താൻ അരുതാത്തത് ചെയ്തു പോയെന്ന് പാർവതി നല്ലോണം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. താൻ തീരെ ഇന്നസെന്റ് ആണെന്ന് പാർവതി പറയുമ്പോഴാ സത്യത്തിൽ ഞാൻ അറിയുന്നത്. ഏതായാലും നമുക്കിടയിൽ അകൽച്ച മാറ്റാൻ പാർവതി ഉണ്ടായത് നന്നായി. പാർവതിയുടെ പരിശ്രമം കൊണ്ടാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനും താനും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന. പല്ലവി, താൻ എന്തേ കാണിച്ചത്? തനിക്ക് എന്താ പറ്റിയത്? നീ ആരോടാ ദേഷ്യം കാണിക്കുന്നത്? എന്നോടാണോ? എന്റെ ഭർത്താവിന് സ്നേഹം തോന്നേണ്ടത് എന്നോടാണ്. എന്നെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ഒന്നാകേണ്ടത് നമ്മുടെ മനസ്സുകളാ. അത് സാറിന് സ്വയം തോന്നണം. അല്ലാതെ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ചടങ്ങിന് വേണ്ടി എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കല്ല വേണ്ടത്. പല്ലവി, നീ എന്തിനിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. നമുക്കിടയിൽ അസ്വാരസ്യങ്ങൾ മാറ്റാൻ പാർവതി ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഞാനാ തീരുമാനിച്ചത്. താൻ ലൈഫ് പാർട്ണറായി എന്റെ ഒപ്പം വേണമെന്നും നമുക്ക് ഒരുമിച്ച് ഒരു ലൈഫ് വേണമെന്നുള്ളതും ഞാൻ സ്വയം എടുത്ത ഡിസിഷനാണ്. ഇതിപ്പോ എന്റെ കണ്ണി പൊടിയിടാൻ വേണ്ടി പറയുന്നതല്ലേ? ഇതല്ല സത്യമെന്ന് എനിക്ക് ബോധ്യമായി. പാർവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാർ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. ഒരു നാടകം. പല്ലവി, നിന്നെ എന്ത് പറഞ്ഞാ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്?
എന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. പാർവതിക്ക് വേണ്ടി കോംപ്രമൈസിന് തയ്യാറായ സാറിനോട് എനിക്ക് പുച്ഛോ, പരമ പുച്ഛം. ഇനി നിന്നോട് സംസാരിച്ച ഞാൻ നിയന്ത്രണം തെറ്റി എന്തെങ്കിലും ചെയ്തു. നീ നന്നാവില്ല പല്ലവി, ഈ ജന്മത്തെ നന്നാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പറ്റിയേ? മോനെ, ജാസ്മിൻ സ്റ്റെപ്പിൽ നിന്ന് വീണതാ. നടുപിടിച്ചാ വീണത്. ഇപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നടുവിന് വല്ല ഒടിവോ ചതവോ ഉണ്ടായി കാണും. അതാവാനാ ചാൻസ്. ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ അമേരിക്കയിലേക്ക് പോകും? 2 ദിവസം കഴിഞ്ഞ് പോകേണ്ടതല്ലേ? എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നേ. ജാസ്മിൻ എഴുന്നേക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ അയ്യോ വേണ്ട. അയ്യോ, എനിക്ക് ഒരാട്ടി അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഹോസ്പിറ്റലൊന്നും പോണ്ട, ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ശരി, ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നിങ്ങൾ എല്ലാരും ചേർന്ന് ജാസ്മിനെ മെല്ലെ മുറി കൊണ്ടുപോകും. ഞാൻ ഡോക്ടറെ വിളിക്കാം. എഴുന്നേക്ക്, പതുക്കെ. മോളെ പതുക്കെ. അയ്യോ എനിക്ക് വയ്യേ. മോളെ പതുക്കെ. അയ്യോ, അയ്യോ എനിക്ക് വേദനിക്കുന്നു. അയ്യോ മോളെ. ഡോക്ടർ പതുക്കെ പതുക്കെ. ചിലപ്പോ ഡിസ്ക് സ്ലിപ്പായി കാണും, അല്ലെങ്കിൽ ഞരമ്പിന് ശക്തമായി പരിക്കേറ്റിട്ടുണ്ടാവും. എന്ത് തന്നെ ആയിരുന്നാലും സ്കാൻ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ. സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കണ്ടേ ഡോക്ടറെ? വേദന കുറയാതെ ഇയാൾക്ക് എഴുന്നേക്കാനാകുമോ? ഞാനിപ്പോ പെയിൻ കില്ലർ തരാം. അത് കഴിച്ച് വേദന കുറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. പെട്ടെന്ന് സുഖപ്പെടാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അതൊക്കെ സ്കാൻ കഴിഞ്ഞാൽ മാത്രമേ പറയാനാകൂ. ഏതായാലും കുറഞ്ഞത് 3 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. മാസോ ഡോക്ടർ? അത്രയും വേണ്ടി വരും. ചിലപ്പോ കൂടാനും സാധ്യതയുണ്ട്. അയ്യോ, ജാസ്മിന്റെ പെയിൻ കുറഞ്ഞാൽ ഉടനെ ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് പക്ഷെ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ജാസ്മിനെ അമേരിക്ക പോകേണ്ട സമയത്ത് തന്നെ നോക്കി സ്ഥിതി വന്നല്ലോ. യാത്രയെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ആദ്യം ജാസ്മിൻ റിക്കവർ ആവട്ടെ. എന്നാ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ആ തന്ത്രം എന്താണെന്നും ഐശ്വര്യക്ക് അറിയാം. ഒന്ന് വെറുതെ ഇരിക്കോ? എടുത്ത് നമ്മുടെ വീട്ടിലാ വന്നിരിക്കുന്നത്. ശരിയാ, മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയാ. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? അമ്മയാ. എന്നാ പിന്നെ ഫോൺ എടുക്കരുതോ?
അമ്മയല്ലേ വിളിക്കുന്നേ, സംസാരിക്കാം. ഹലോ. അഖി, അമൃത ഐശ്വര്യ ഞാൻ പറഞ്ഞയച്ചതാ. നീ ശ്യാമയും കൂട്ടി അവരോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വരണം. അമ്മേ, അത് എതിർപ്പൊന്നും പറയണ്ട, രണ്ടാളും വീട്ടിലേക്ക് വാ. നിന്നെ ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ പറയുന്ന എന്താ? ശ്യാമയെ അമ്മ എന്ന് വീട്ടിലേക്ക് വിളിക്കുന്നോ അന്ന് ഞാനും വരുമെന്ന്, അല്ലേ? ഞാനിപ്പോ ശ്യാമയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാം. ഫോണെന്ന് അവക്ക് കൊടുത്തേ. അമ്മേ, അത് പിന്നെ നീ ഫോൺ ശ്യാമയ്ക്ക് കൊടുക്ക. അവളോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറയാം. അല്ല, ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കാൻ നിനക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. പക്ഷേ നീ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം. അഖി, ശ്യാമയും കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരണം. അമ്മ രണ്ടാളെയും കാത്തിരിക്കും. ഓക്കെ? അമ്മ രണ്ടാളെയും വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ? പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് മാറാൻ അങ്ങനെ വരില്ലല്ലോ. അങ്ങനെയാക്കി. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതാ. ശ്യാമയുടെ വയറ്റിലുള്ളതേ നിന്റെ കുഞ്ഞ എന്ന് പറഞ്ഞ വസുന്ധരാമ്മയുടെ ചോര. അങ്ങനെ അമ്മയുടെ അഖിമോന്റെ ഒരു കുഞ്ഞ് ശ്യാമയുടെ വയറ്റിൽ വളരുമ്പോ ആ അമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാതിരിക്കാനാവില്ല. അമൃത പറഞ്ഞത് ശരിയാ മോനെ. നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോണം. ആ അമ്മയെ ധിക്കരിക്കാൻ പാടില്ല. അമൃതയെടുത്ത് പറഞ്ഞത് കേട്ടില്ലേ? അമ്മയെ വിഷമിപ്പിക്കണ്ട, നമുക്ക് ഇവരോടൊപ്പം പോവാം. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അഭി സംഭവിച്ചത്? പറയ്. ഒന്നും സംഭവിച്ചിട്ടൊന്നുമല്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, അഭി ഐശ്വര്യ കണ്ടിരുന്നു. അങ്കിളെ, ഐശ്വര്യ എന്റെ അമ്മയെ കൊറേ വഴക്ക് പറഞ്ഞു. എന്തൊക്കെയാ പറയുന്നത്? നീ അകത്തേക്ക് പോയെ. അങ്കിളും കൂടെ വന്നാ ഞാൻ പോവാം. ഈ പെടെന്തെങ്ങനെ പറഞ്ഞനുസരിക്കേ. മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അഭി, ഇക്കാര്യത്തിൽ നീ വെറുതെ മോളെ വഴക്ക് പറയാൻ നിൽക്കണ്ട. എന്താ കാര്യമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അരുൺ, അത് ഒന്നും പറയണ്ട. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അരുൺ, അരുൺ നിക്ക്. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. അരുൺ, ഞാൻ പറഞ്ഞതൊന്ന് സാവകാശം ആലോചിച്ച് നോക്ക്. അപ്പൊ അതാ ശരിയെന്ന് മനസ്സിലാവും. ശരിയാ, ആലോചിക്കാം. പക്ഷേ എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീകുട്ടി ഇവിടെയാ ഉള്ളതെങ്കിൽ ഞാൻ ഇവിടെ വരും, അതുറപ്പാ. അരുൺ, മോള് വാ, നമുക്ക് മോള് വരച്ച പടങ്ങൾ കാണാം. വാ. വാ ശ്യാമേ.
എന്താ രണ്ടാളും നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് വാ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്തോട്ട് കേറിയത്? പറയടി, പറയാൻ. സാവിത്രി, കുഞ്ഞിത ഇവിടുന്ന് താഴെ ഉരുണ്ട് വീഴാറായി. അപ്പൊ ഞാൻ ഓടിക്കയറി കുഞ്ഞിനെ എടുത്തതാ. മോളിതാ കുഞ്ഞിനെ പിടിക്കാം. അതെ, കുഞ്ഞ് താഴെ വീണ നിനക്ക് എന്താ ഇത്ര ദണ്ണം? നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. കുഞ്ഞ് വീണ നിങ്ങൾക്കൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് സ്വന്തം മകനോട് പോലും സ്നേഹമുണ്ടോ സ്ത്രീയെ? ദേ, നീ മിണ്ടരുത്. നിന്നെ ഞാൻ അടിച്ചോടിച്ച് മടക്കി ഇവിടെ ഇടും, പറഞ്ഞേക്കാം. പിന്നെ ഇങ്ങോട്ട് വാ. നിങ്ങൾ അടിക്കാൻ വരുമ്പോ എന്റെ കൈയങ്ങ് പുളി പറിക്കാൻ പോവല്ലോ. എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. നീ എന്നോട് കൂടുതൽ കളിക്കാൻ വരരുത്. സാവിത്രി, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. കുഞ്ഞ് താഴെ വീണ് എന്തെങ്കിലും പറ്റുമെന്ന് കണ്ടപ്പോ ഞാൻ ഇപ്പുറത്തേക്ക് ഓടിക്കയറി പോയതാ. മേലാൽ ഞാൻ കയറില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ. എന്താ നന്ദിനി? മുത്തശ്ശി, ഇവരെന്നോട് ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനെ സോഫയ്ക്ക് എടുത്തിട്ട് ഇവരോട് നോക്കിക്കോളാൻ പറഞ്ഞ് ചായ എടുക്കാൻ പോയി. ഇവര് ഫോണിന്റെ പിറകെ പോയി. കുഞ്ഞ് താഴെ വീഴുമെന്ന് കണ്ടപ്പോ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതിന് ഇവരുടെ ബഹളം. ഇവളീ അതിര് കടന്നത് എന്തിനാണെന്ന എന്റെ ചോദ്യം. ആ, ഇവൾ അതിര് കടന്നത് നിന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ. എന്താ മനസ്സിലായില്ലേ? ദേ, ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചിരിക്കുക. അതാരും മറക്കരുത്. ഈ വീട് രേഖാമൂലമൊന്നും ഭാഗം വച്ചിട്ടില്ല. ചിലരുടെ സമാധാനത്തെ കരുതി ഇങ്ങനെ ഒരു അതിര് നിശ്ചയിക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് മാത്രം. ACP ആയ മകനെ നിന്റെ വരുതി കിട്ടിയെന്ന് കരുതി നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയോടും നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനോടും നീ യുദ്ധത്തിന് വരരുതേ. ഇത് ഏതറ്റം വരെ പോകുമെന്ന് കരുതി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക. ദേ, നീ നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് നാവടക്കി നിന്നില്ലെങ്കിൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് തെറിക്കുന്നത് നീയായിരിക്കും. എന്റെ പ്രൊഫൈൽ നിനക്കറിയാലോ. ഞാനൊരു പരാതി എഴുതി കൊടുത്ത അപ്പ വരും പോലീസ് തലപ്പത്തുള്ളവര് മുതൽ താഴോട്ടുള്ളവര് വരെ. രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഇതിലിടപെടും. ഒറ്റ കാരണം മതി നീയൊക്കെ പുറത്തേക്ക് പോവാൻ. ഹ്യൂമൻ റൈറ്റ്സ്. മനസ്സിലായോടി? നന്ദിനി, നീ വാ മോളെ. നീ ഇത്രയും പാവം ആവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഇപ്പൊ വീണേനെ. ഈശ്വര, ആരും കണ്ടില്ല. എടാ, പൈസ വരെ എന്നെ ധിക്കരിച്ചു തുടങ്ങിയോ? മോശം. ഇതിനെ എങ്ങനെ എടുക്കും? ആരും കാണാതിരുന്നാ മതി. അയ്യോ ഭഗവാനെ.
വിട്ടുപോരുത് എന്റെ പണം. എല്ലാം നശിച്ചു. നിന്റെ പണമോ? അതെ, എന്റെ പണം. അയ്യടാ, ഇതേ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വീണതാ. അയ്യടാ, ഈ വരയ്ക്ക് ഇപ്പുറത്തുള്ളതെല്ലാം ഞങ്ങളുടേതാ. അത് വന്നെടുക്കാൻ നിനക്ക് എന്താ അവകാശം? നിന്നോട് ഇപ്പുറത്തേക്ക് കടക്കാൻ ആര് പറഞ്ഞു? ആര് നിനക്കതിനുള്ള അധികാരം നൽകി? അതെന്റെയാ. അനുവാദം ഇല്ലാതെ ഇപ്പുറത്തേക്ക് കടക്കരുതെന്നല്ലേ വ്യവസ്ഥ? നീ കാണിച്ച ധിക്കാരമല്ലേ? നിന്റെ കാശ് പോയാൽ പോട്ടേന്ന് വെക്കണം. സ്വന്തം മകന്റെ കുഞ്ഞ് താഴെ വീണ് പരിക്ക് പറ്റിയാൽ ഒന്നുമില്ലെന്ന് കരുതുന്നവളല്ലേ നീ? തള്ളക്ക് കിട്ടി ഉഗ്രൻ പണി. എന്റെ അമ്മ കസറുന്നുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഒന്നുമില്ലെന്ന് കരുതുന്ന നീ ഈ 2000 രൂപയും അങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ? രൂപ ഇങ്ങനെ തരുന്നുണ്ടോ? തരില്ല. നിനക്ക് എന്നോട് ഇത് മേടിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വാടി. നിന്റെ കൈ എന്റെ നേരെ ഉയർന്നാലേ ആ കൈ പിന്നെ കാണില്ല. അത് കലക്കി. എടി, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനാ. നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്ക് മറ്റൊരു നിയമം, അങ്ങനെയില്ല. ഓ, നീ എന്നോട് പകരം വീട്ടുകയാണോ? സാവിത്രി, ഹൃദയത്തിൽ മുറിവേറ്റാലും ചില കാര്യങ്ങൾ ചിലര് ക്ഷമിച്ചു തരുന്നത് അവരുടെ ദൗർബല്യമായിട്ട് നീ കാണരുത്. അത് ദൗർബല്യമല്ല, അവരുടെ വിവേകം. ഒരു പരിധി കഴിയുമ്പോ അവരുടെ വിവേകം വികാരത്തിന് വഴിമാറും. അങ്ങനെയാണ് കാരണത്തടി വീഴുന്നത്. എന്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാതെ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. സൂപ്പർ. എന്താടി? നല്ല പാൽപായസം കുടിച്ച സുഖം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.